ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള്, എല്ലാവർക്കും സുഖമൊക്കെയല്ലേ? നമുക്കങ്ങനെ സുഖമായിട്ട് പോണം. ചൂടൊക്കെ എല്ലാവരും ഇനിയുണ്ട്, നല്ല ചൂടുണ്ടല്ലേ. ഒരു നേരം വിയർത്ത് കുളിക്കാണ് മനുഷ്യൻ സത്യം പറഞ്ഞു. ഇപ്പൊ വിശർക്കണില്ല, അങ്ങനെയല്ല. അല്ലാണ്ട് നമ്മള് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ ചൂട്. ഇന്ന് പള്ളിയിൽ പോയിട്ട് വിയർത്ത് കുളിച്ചു എന്നുള്ളത് സത്യം. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ആദത്തിന്റെ ഓട്ടോ ആദം അങ്ങോട്ട് ഓടും. ഒരാളെ ഇന്നൊരാള് പള്ളിയിൽ പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടി പള്ളിയിൽ പോയിട്ട് ഒരാൾ എന്ത് ചെയ്തു, ഭക്തി നിർഭയമായി ഉള്ളിൽ കയറി, അവിടെ ഉള്ളിൽ കയറി വേഗം നിന്നു. ആദ്യം എന്ത് ചെയ്തു, ഞാൻ അബ്രു ആണെങ്കിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഇരുത്തില്ല. അതുകൊണ്ട് ഞാൻ ഞാൻ ഉള്ളിലും അബ്രുവിന്റെ 2-3 പ്രാവശ്യം പള്ളിയിൽ പോയപ്പോ ഫസ്റ്റ് തന്നെ ഉള്ളിൽ കൊണ്ട് ഇരുത്തിട്ടാ ഇരുത്തി കഴിയുമ്പോ അബ്രു അപ്പൊ കരച്ചിലോട് എനിക്കാൻ വേണ്ടി പുറത്ത് തന്നെ ഇരുന്നിട്ട് അബ്രുവിനെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു പരിപാടി. അപ്പൊ ആദം എന്ത് ചെയ്തു, ആദം അകത്തുനിന്ന് പുറത്തേക്ക് വരും, പുറത്തുനിന്ന് അകത്തേക്ക് വരും. ഇത് പിന്നെ വീണ്ടും ചെരുപ്പ് ഊരിയിടല്, അത് ഇടിച്ചു കൊടുക്കല്. ഇന്നെന്റെ പൊന്നെ, അതിന്റെ ഇടയിൽ കൂടെ അവര് മൂത്രം ഒഴിക്കാൻ പോണ അങ്ങനെ പരിപാടി ആയിരുന്നു. അതിന്റെ ഇടയിൽ കൂടെ ഒടുക്കത്ത വെയിലും. അങ്ങനെ ഒരു ടാസ്ക് കഴിഞ്ഞ് പള്ളിയിൽ പോയി വന്നു. ഉച്ചയായിപ്പോഴേക്കും രണ്ടുപേരും കിടന്ന് ഉറങ്ങി. നമ്മളല്ല, ഞാൻ ഷേവ് ഒക്കെ ചെയ്തു, മുടിയൊക്കെ വെട്ടി. പിന്നെ എന്തിനാണ് പറയാവുന്ന കാടായിരുന്നു ഫുള്ള്. ആ കാട് നമ്മൾ ഇറക്കി, നിങ്ങള് വീഡിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പറഞ്ഞില്ല കേട്ടോ, കാരണം താടിക്ക് ആരാധകർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അങ്ങനെ അവസാനം താടി വെട്ടി, മുടി വെട്ടി. അപ്പൊ ഇന്നലെ മുടി വെട്ടാൻ വേണ്ടി പോയത് ഒരു ഹിന്ദിക്കാരന്റെ കടയ്ക്ക് കേട്ടോ. അപ്പൊ ഹിന്ദിക്കാരൻ എന്നോട് പറഞ്ഞു, ഇവിടെ മാത്രം മുടിയില്ല വേണ്ടത് ഇവിടെ. അപ്പൊ ഞാൻ ആളോട് പറഞ്ഞു, ബായ് ഉദർ ബാലാണെങ്കിൽ ക്യാ കർണക്കാന്ന് ചോദിച്ചു. അപ്പൊ ആളെന്നോട് പറയാം, കുറച്ച് കരി തേച്ചേരാണ്. അപ്പൊ ഇവിടെ കറുത്ത കളറായിരിക്കുന്നു. അതായത് ഇത് ജന്മന ഉള്ളതാ കേട്ടോ, ജനിച്ചപ്പോ മുതൽ ഇവിടെ മുടിയില്ല. ഇവിടെ അത് മുടി വരുമ്പോ ഇങ്ങനെയാവും. ഇപ്പൊ കാണാൻ പറ്റില്ല, മുടി വെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അവിടെ മുടി വരില്ല എന്നുള്ള, അത് ജനിച്ചപ്പോ അങ്ങനെയായിരുന്നു. അത് മേഡിൻ വൈറ്റിന്ന് വന്നപ്പോ അങ്ങനെയായിരുന്നു. അപ്പൊ ബായ് എന്നോട് പറഞ്ഞു, അവിടെ ഇത്തിരി കരി തേച്ചാൽ മതി, എല്ലാം സെറ്റാകുന്നു. പിന്നെ ഉണ്ടെന്നൊന്ന് എന്താ പറയാ, നമ്മുടെ ലുക്ക്, പുതിയ ലുക്ക് പൊട്ടനാണോ അത് ചുള്ളനാണോന്ന് അറിയിക്കാൻ ആരെങ്കിലൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. നല്ല ഭംഗിയുണ്ടെന്ന് സന്തോഷിക്കട്ടെ. ഞാൻ കമന്റ് കണ്ടിട്ട് പറയും, വേണ്ടാ കമന്റ് ഒന്നും വേണ്ട, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ചൂടാന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോഴേക്കും നല്ല മഴക്കാരും എന്ത് നല്ലതാവന്റെ പറഞ്ഞെടുത്തില്ല. മഴ തന്നെ ഉണ്ട്. അബ്രുദേ ഓർക്കത്തിന്ന് എനിക്ക് ആദ്യം ചേട്ടൻ എനിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞതേ നമ്മുടെ വീട്ടിൽ തന്നെ വറുത്ത ചക്ക വറുത്ത കേട്ടാ. ചക്ക മിച്ചി വറുത്തു, കട്ട് ചെയ്തൊക്കെ ഞാൻ കപ്പലണ്ടി ഇതേ കായ വറുത്തത്. ഇത് ഈ കായ വറുക്കുമ്പോ നമ്മുടെ വീട്ടിലൊക്കെ മുന്നേ അരിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് അമ്മിച്ച് ഇത് വെക്കും മുന്നേ. പക്ഷെ ഇവിടെ സ്പൂട്ടിൽ അമ്മിച്ച് ഇങ്ങനെ അരിയും. പക്ഷെ ചക്ക ഇങ്ങനെ സ്പൂട്ടിൽ ചക്ക ഞാൻ ഇങ്ങനെ അരിഞ്ഞു കൊടുത്തു. ഇനി ചേട്ടൻ ഇരിക്കണം, എന്റെ രണ്ടുപേരും കൂടി കളിക്കാൻ പോണേ. തുണികൾ എടുക്കണം എന്നുള്ളതാ. മഴ ഇപ്പൊ പെയ്യുന്നോനെ, എന്താ കാര്യം മഴ പെയ്ത് കഴിഞ്ഞാൽ എടുത്തിട്ട് ചൂട് കൂടാൻ വേണ്ടിട്ട് മഴ, പേട്ട മഴ. ഇന്നലെ മിഞ്ഞാന്ന് രാത്രി ഇങ്ങനെ തന്നെ വൈകുന്നേരം ഇപ്പൊ നല്ല മഴ പെയ്തിട്ടാ. പക്ഷെ എന്നിട്ട് കറണ്ട് പോയി, വാതിലൊക്കെ തുറന്നിട്ടപ്പോഴാണെങ്കിലും ഒരു ലേശ തണുപ്പ് പോലും വന്നില്ല. അതിന് വേണ്ടി വീണ്ടും മഴ വരുന്നുണ്ട്. എന്തെങ്കിലും ഭൂമി ഒന്ന് തണുത്താൽ മതിയായിരുന്നു. തുണികളൊക്കെ ക്ലിപ്പിട്ട് വെച്ചേക്കണ കാരണം പിന്നെ പ്രശ്നമില്ല. ക്ലിപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പറന്നു പോയില്ല. അല്ലെങ്കിൽ നമ്മൾ കാറ്റത്ത് ഇങ്ങനെ ഇടുമ്പോ അതാ ഡ്രസ്സൊക്കെ ചിലതിൽ ക്ലിപ്പില്ലാത്തത് പറന്നു പോയിട്ടുണ്ട്. എന്താണ് പ്രശ്നം? ഇവിടത്തെ വീട്ടിൽ ക്ലിപ്പ്, അവിടെ ക്ലിപ്പൊന്നും ഇടാറില്ല. പക്ഷെ ഇവിടെ ക്ലിപ്പിട്ടിട്ട് എല്ലാ ഡ്രസ്സും ഇടാറും. കുഞ്ഞു ഡ്രസ്സുകളല്ലേ വെറുതെ, പെട്ടെന്ന് കാറ്റ് വന്നു കഴിഞ്ഞാൽ പറന്നു പോവും. അത് പിന്നെ കായ എന്നിട്ടത് എന്നിട്ട് കേട്ടപ്പോ പാട്ട് കേട്ടാ, പാട്ട് പോയാ ഒങ്ങിയത്. ടോട്ടല് ഒരു കട്ടൻ ചായ, ഒരു പാൽ ചായ, ഒരു പാല് കാച്ചിയത്, പിന്നെ ഒരു മധുരമില്ലാത്ത ചായ. മധുരമില്ലാത്ത ചായ പച്ചന്, മധുരമുള്ള ചായ കട്ടൻ ചായ ഡെലിഷ്മോന്, പാൽ ചായ എനിക്ക്, പാലാദത്തിന്. അങ്ങനെ 4 പേർക്ക്. അമ്മച്ചി പിന്നെ ചായ കുടിക്കാത്ത കാരണം അമ്മച്ചിക്ക് ചായ ഇഷ്ടല്ല, അതുകൊണ്ട് ചായ കുടിക്കാറില്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയ്യായിക ഉണ്ട് എല്ലാവർക്കും. പിള്ളേരുടെ വയ്യായികകൾ മാറി കഴിഞ്ഞപ്പോ അമ്മിച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കായിരുന്നു കേട്ടാ.
ഒരാഴ്ച അമ്മച്ചിക്ക് ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ വന്നു കഴിഞ്ഞിട്ട് തണ്ടല് വിലങ്ങി, ചുമച്ച് വിലങ്ങും എന്നുള്ളത് ഞാൻ ഇന്ന് അറിഞ്ഞു. വിലക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നടന്നിട്ട് എന്തെങ്കിലും ചെയ്യാ, കുനിയാനോ വെയിറ്റ് ഉള്ള സാധനങ്ങൾ എടുക്കാനോ അങ്ങനെ പറ്റണ്ടായില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒടുക്കത്തെ ചുമയും, ഇവരുടെ ചുമ നല്ല പോലെ കിട്ടിയിട്ടുണ്ടായി. അപ്പൊ അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമ്മച്ചിയുടെ ശുശ്രൂഷകൾ കഴിഞ്ഞ് പിള്ളേരുടെയും ഏകദേശം വയ്യായികകള് ഒതുക്കി വരണേ. എന്നാലും നീരൂച്ച വിട്ട് മാറണില്ല കേട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. കളിയാണല്ലോ, കളി അപാരമുണ്ട്, പിന്നെ ചൂടിന്റെ ഇത്, അങ്ങനെ പിള്ളേർ തല വിശർക്കണ കാരണം നീരൂച്ച വിട്ട് മാറിയിട്ടില്ല. ചുമ ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോവാണ്, തട്ടിമുട്ടി പോണ്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പോവാനുള്ള സമയമായി ശരിക്കും. നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് VFS അപ്പോയിന്റ്മെന്റ്, അതിനൊന്നും പോയതൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ വീഡിയോ. അല്ല, VFS അപ്പോയിന്റ്മെന്റിന്റെ ടൈമില് ഞാൻ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ നമ്മളെ ഇപ്പൊ പുതിയ നിയമമാണ് സൗദി അറേബ്യക്ക്, നമ്മൾ ഏത് ഇതിൽ പോവാണെങ്കിലും ആ പ്രൊഫഷന് സംബന്ധമായ ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ ആ എക്സാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മള് നമ്മുടെ 3 ഘട്ടങ്ങളും, അതായത് മെഡിക്കല്, പിന്നെ VFS അപ്പോയിന്റ്മെന്റിൽ വലിയ ടാസ്കുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. VFS അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്നു, ഫോട്ടോ എടുത്തു, നമ്മൾ തന്നെയാണോ അവർ ചെക്ക് ചെയ്യുമ്പോൾ പരീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു, അത് കഴിഞ്ഞ് അതിന്റെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം അതും നമ്മള് ബോംബെക്ക് അയച്ചു കൊടുത്തേക്കാട്ടോ, വിസ സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിട്ട്. ഇനി അത് വിസ സ്റ്റാമ്പ് ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് നമുക്കറിയില്ല. അതോടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോവാനുള്ള സമയമായി. ഇവിടത്തെ കളി അവസാനിച്ചു, സൗദി അറേബ്യ. അല്ല, കൊറേ നാളിപ്പോ ലീവ് കിട്ടിയില്ലോ, സന്തോഷം. യുദ്ധത്തിന്റെ കാര്യം എന്താന്ന് അറിയില്ല, യുദ്ധം ഇപ്പൊ നിർത്തി വെച്ചേക്കാന്ന് പറയണ്ടേ, ഇനി വീണ്ടും തുടങ്ങുമെന്ന് അറിയില്ല. അതായത് സമാധാനം പുലരുമെന്ന് അറിയില്ല. എന്തായാലും ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ന്യൂസിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചർച്ചകളിലാണ് നമ്മുടെ ജീവിതം. ഫ്ലൈറ്റുകൾ സൗദി അറേബ്യയിലേക്ക് നമുക്കിപ്പോ വിസ സ്റ്റാമ്പ് ചെയ്ത് വരാനുള്ള സമയം. ചാവാനാണെങ്കിൽ അത് ഇവിടെയും ചാവും അവിടെയും ചാവും. അത് സമയമാകുമ്പോ പോയിക്കൊണ്ടേ ഇരിക്കും. അത് നമ്മൾ നോക്കിയിട്ട് അല്ലേ, നമ്മളിപ്പോ വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ് വന്ന് കമ്പനി ടിക്കറ്റ് എടുത്തിട്ട് പറയണ ബാക്കി വരാൻ പറഞ്ഞാൽ നമ്മള് പോകും. അതത്രേ ഉള്ളൂ. ഇനിയിപ്പോ റെസ്റ്റ് മതിയായി, എനിക്ക് റെസ്റ്റ് എടുത്തത്. റെസ്റ്റ് ഭയങ്കരമായ റെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടാണ് രാവിലെ നേരം വിളിക്കുന്നു, വൈകുന്നേരം ആവുന്നു. ഇത് തന്നെ റെസ്റ്റ്. പിള്ളേരെ പിന്നാലോടുന്നു. അല്ല, ഈ റെസ്റ്റിന് ഇനി വലിയ മാറ്റത്തിണ്ടാവില്ല. ഇനി അങ്ങടെ ഇങ്ങനെ ജീവിതകാലം പറയല്ലേ, ഇവ കുറച്ചാവണ വരെ എങ്ങനെ ഇരിക്കും. അവർക്ക് അസുഖങ്ങൾ വരുമ്പോഴാട്ടോ നമുക്ക് പ്രശ്നമുള്ള. അസുഖങ്ങൾ വരുമ്പോഴാണ് ഒരു ഉറങ്ങാനുള്ള, അല്ലെങ്കിൽ ഒക്കെ ഉറങ്ങും. പിന്നെ ചില സമയത്ത് വാശിയും കാര്യങ്ങളും. അല്ല, ഞങ്ങള് ഒരു 2 ദിവസം കാണിച്ച് നിന്ന് പറഞ്ഞില്ല ഞങ്ങളുടെ വില എന്തേ. എന്നോട് 2-3 ദിവസം പോയി നിന്നോളാൻ പറഞ്ഞ ആള് 2 ദിവസത്തേക്ക് ഇമ്മളെ പോവാ, നമുക്ക് ഇവിടെ നിന്നിട്ട് സുഖമില്ലായിരുന്നു. ബാക്ക് ടു സൗദി ലൈഫ് ഇതിനോട് പറയാം, മറ്റേ പ്രവാസി ജീവിതത്തിലേക്ക്. ഇപ്പൊ അൺലിമിറ്റഡ് ചക്ക, മാങ്ങ അവിടെ എത്തി കഴിയുമ്പോ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടാ, ഞാൻ ഇതുവരെയ്ക്കും സൗദി അറേബ്യ പോയിട്ട് ചക്ക സമയത്തും മാങ്ങ സമയത്തും വെക്കേഷൻ വന്നിട്ടില്ലേ. വരണത് മുഴുവൻ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി പെരുന്നാൾ സമയം, ആ സമയത്ത് വരാറുള്ളൂ. അതുപോലെ ഒരു ചക്ക, അതായത് 10-12 കൊല്ലമായിട്ട് ഒരു ചക്ക സമയത്ത് ചക്ക എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ 2 കിട്ടും. പക്ഷെ ഇങ്ങനെ ചക്ക തിന്നൊരു സമയം ചക്കയുണ്ട്, മാങ്ങയുണ്ട്. മാങ്ങ പഴുത്തത് കൊട്ട കണക്കിനാണ് മാങ്ങ വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി, എല്ലാ പരിപാടികളും കൂടാൻ പറ്റി, ഈസ്റ്ററൊക്കെ കൂടാൻ പറ്റി. ആദ്യം അമ്മ പറഞ്ഞ് ഈസ്റ്റർ കൂടിയിട്ട് പോയാൽ മതി എന്ന് നമുക്ക് കിട്ടിയപ്പോ. ഇപ്പൊ ഈസ്റ്റർ കഴിഞ്ഞ് ഇനി വിഷു വരണേ, ഇനി വിഷു കഴിഞ്ഞിട്ട് എന്നിട്ടാണോ എല്ലാ പരിപാടികളും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഒരു ചെറിയ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമഴ പെയ്ത് ഏറ്റവും കയറി അത് ചൂടി പിടിച്ചിട്ട് തിന്നിട്ട് പോയി കഴിഞ്ഞു. അല്ല, ഞാനൊരു ആഗ്രഹം പറയണം കേട്ടോ. നമ്മളെ പണ്ടത്തെ നൊസ്റ്റാൾജിക് ഇതുകൾ മാത്രമാണ് പറഞ്ഞത്.
അതൊന്നുമില്ല. നമ്മള് പറഞ്ഞല്ലോ എന്താണ് ഇത് പറഞ്ഞ, അപ്പൊ നമ്മള് പോവാൻ മനസ്സുകൊണ്ട് റെഡി ആയി അല്ലേ? മനസ്സുകൊണ്ട് റെഡി ആയി. ഇനി കാര്യങ്ങളെല്ലാം ഓക്കെ, നമ്മള് പോകണം. ഇനിയിപ്പോ അത് ഇതാക്കി കഴിഞ്ഞ് മറ്റേത് ഇതാവുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഓക്കെ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എത്ര ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.